എല്ലാവരും ശ്രദ്ധിക്കാം. ഇന്നെടുക്കുന്ന ടോപ്പിക്കിന്റെ പേരാണ് വി ലുക്കപ്പ് എന്ന് പറയും. വി ലുക്കപ്പ് അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് വെർട്ടിക്കൽ ലുക്കപ്പ്. ഇന്നും കൂടി നമ്മൾ എക്സൽ തീർക്കാണ്. എന്നിട്ട് നാളെ പവർ ബി എന്ന് പറഞ്ഞ വേറൊരു ഭാഗം എടുക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ബുക്കിൽ എഴുതാ കേട്ടോ. വി ലുക്കപ്പ്, വി ലുക്കപ്പ്, വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ് എഴുതിയാ. വി ലുക്കപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറയും. ഡൺ? പറയൂ. ടൈം കഴിഞ്ഞ് നിങ്ങൾ റെസ്പോണ്ട് കേട്ടോ. ഇതിന്റെ ആവശ്യം എന്നാ പറഞ്ഞാല്, നിങ്ങളുടെ കയ്യിൽ ഒരു 1 lakh ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു എംപ്ലോയിയുടെ നമ്പർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു 1000-2000 എംപ്ലോയി ഉണ്ട്. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ഐ ഡി വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് മൊത്തം അറിയണം. നിങ്ങൾ എന്ത് ചെയ്യും? എക്സൽ ഷീറ്റ് പോയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ മുകളിൽ താഴേക്ക് നോക്കി 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 പോകും. ശരിയല്ലേ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം, ചിലപ്പോൾ 1,00,000 ഡേറ്റ ഉണ്ടാവും. നിങ്ങൾക്ക് അതിനെങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫങ്ഷന്റെ യൂസ്. ഇതിപ്പോൾ ഒരു കമ്പനിയുടെ ഡേറ്റയാണ്. എംപ്ലോയി നമ്പർ യുണീക്ക് നമ്പർ ആണ് അല്ലേ? എല്ലാം ഡിഫറെന്റ് നമ്പറാണ്. നമുക്ക് കുറച്ച് നമ്പർ വേണം ഇവിടെ ആഡ് ചെയ്യാം. എംപ്ലോയി നമ്പർ MTC-0015 ഹരിലാൽ സ്റ്റുഡന്റ് അബുദാബി. ഓക്കെ, അടുത്ത ആളുടെ വേണി എഴുതാം. 7 ആരോണ് MTC-007. ഓക്കെ, ഇങ്ങനത്തെ കുറെ ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് സോ മെനി ഡേറ്റ. ഇതിപ്പോ ഞാൻ കുറച്ചൊരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ആരൊക്കെ ലോഗിൻ ചെയ്ത? സുബീഷ്. ഹലോ സർ. ഓക്കെ, അപ്പൊ സുബീഷിന്റെ പേരും കൂടി ആഡ് ചെയ്യാം. സുബീഷ്, ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് വി ലുക്കപ്പ്. വി ലുക്കപ്പ് ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. സുബീഷിന്റെ എന്താ ഡെസിഗ്നേഷൻ? എന്താ? മെഷീൻ ഓപ്പറേറ്റർ. മെഷീൻ ഓപ്പറേറ്റർ അല്ലേ? ആ, എവിടെ സ്ഥലം? അബുദാബി. ഓക്കെ. വി ലുക്കപ്പ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരുപാട് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സുബീഷ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു 10,000 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സുബീഷ് അവിടുത്തെ HR മാനേജറാണ്. എല്ലാവരും സിറ്റുവേഷൻ മനസ്സിലാക്കിയാലാണ് ഇതിന്റെ യൂത്ത്. ഞാനിപ്പോ ഒരു സാമ്പിൾ കുറച്ച് ഡേറ്റ കാണിക്കണുള്ളൂ. ഇവിടെ ഒരു 9 ഡേറ്റ ഞാൻ കാണിക്കണുള്ളൂ. അപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തില് വർക്ക് ചെയ്യാണ്, അവിടുത്തെ എക്സൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാണ്. അവിടെ ഒരു 10,000 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് വന്ന് റിസൈൻ ചെയ്യാണ്, സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും പോയി നോക്കി നോക്കിയിട്ടായിരിക്കും എക്സൽ കണ്ടുപിടിക്കുക. അതിന് പകരം നമുക്ക് വി ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോർമുല ഉപയോഗിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്യാണ്. ആ സ്റ്റാഫിന്റെ ID നമുക്കറിയാം, എംപ്ലോയി ID. ഇപ്പൊ സപ്പോസ് ഇതാണ് എംപ്ലോയി ID എന്ന് വിചാരിക്കുക. ആളുടെ എംപ്ലോയി ID ഇതാണ്. നമുക്ക് പെട്ടെന്ന് ആളുടെ ഡീറ്റെയിൽസ് കിട്ടണം. നിങ്ങൾ എന്ത് ചെയ്യും? ഇതിപ്പോ കുറച്ചുള്ളൂ, നിങ്ങൾക്ക് ഇപ്പൊ എക്സലിൽ വേണം നോക്കിയിട്ട് വേണമെങ്കിൽ കിട്ടാം. നമുക്ക് അതിന് പകരം ഒരു 10,000 ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പറയൂ. 10,000 ഡേറ്റിനെ എന്ത് ചെയ്യും?
നിങ്ങൾ ഓരോന്ന് നോക്കി കണ്ടുപിടിക്കാൻ വെരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കറിയണം ഒരാൾ റിസൈൻ ചെയ്യണം, നമുക്ക് പെട്ടെന്ന് ആളുടെ ഡെസിഗ്നേഷൻ അറിയണം. നമുക്ക് അറിയേണ്ടത് ഡെസിഗ്നേഷൻ ആണ്. ആളുടെ എംപ്ലോയി ഐ ഡി ഇത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും മാനേജർ ആണ്. പക്ഷെ ഒരു 10,000 കുറെ ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട്. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം പ്ലീസ്. കറക്റ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് വി ലുക്കപ്പ് ഫോർമുല എന്ന് പറയും. എല്ലാവരും എഴുതിയെടുക്കാത്തവർ എഴുതിയെടുക്കാം. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇവിടെയാണ് അതിന്റെ ഡെസിഗ്നേഷൻ വേണ്ടത്. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വീണ്ടും എഴുതാം. ഇവിടെ നമുക്ക് നമുക്ക് വേണ്ടത് ഡെസിഗ്നേഷൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കാട്ടോ പ്ലീസ്. ഇതാണ് നമ്മുടെ ഡേറ്റ. ഇതാണ് നമ്മുടെ ഡേറ്റ. ഈ ഡേറ്റ ഇതാണ് നമ്മുടെ ഡേറ്റ. ഇത് ചിലപ്പോൾ കുറെ ഡേറ്റ ഉണ്ടാവാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഡേറ്റ ഉണ്ടാവും. ഇപ്പൊ ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളൂ. നമുക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ നമ്പർ. ഈ എംപ്ലോയി ഐ ഡി നമുക്കിപ്പോ നോക്കുമ്പോൾ അറിയാം. ഈ എംപ്ലോയി ഐ ഡിയുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഈ എംപ്ലോയി ഐ ഡി ഡെസിഗ്നേഷൻ നമുക്കറിയാം. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഇതാണ് അതിന്റെ 9 ഡെസിഗ്നേഷൻ മാനേജർ ആണെന്നറിയാം. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു 10,000 ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നമുക്ക് ലുക്കപ്പ് ഫോർമുല വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഈക്വൽ സൈൻ അടിക്കുക. ഇവിടെ വി ലുക്കപ്പ് എന്ന് സെർച്ച് ചെയ്യുക. കണ്ടോ, വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമുല വരും. ഓക്കെ, ലുക്കപ്പ് വാല്യൂ, ആദ്യത്തെ വാല്യൂ എന്താണ് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഈ വാല്യൂവിന്റെ ആ ആളുടെ ഡെസിഗ്നേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. കോമഡ ടേബിൾ അറേ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡെസിഗ്നേഷൻ ആണ്. ഏത്? ഐ ഡിയുടെ ഡെസിഗ്നേഷൻ. അപ്പൊ ഐ ഡിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടാണ് അല്ലെ. അപ്പൊ ഈ കോളം തൊട്ട് ഈ ഡെസിഗ്നേഷൻ വരെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കോളം 1, കോളം 2, കോളം 3, കാരണം ഈ ഐ ഡിയുടെ ഡെസിഗ്നേഷൻ ആണ്. അപ്പൊ എവിടെ തൊട്ടാണ് അവിടം വരെ സെലക്ട് ചെയ്യാം. കോമഡ. ഇനി നമ്മൾ കോളം ഇൻഡെക്സ്, എത്രാമത്തെ കോളം ശരിക്കും കാണിക്കുന്നത്? 1, 2, 3. മൂന്നാമത്തെ കോളത്തിലാണ് ഡെസിഗ്നേഷൻ കിടക്കുന്നത്. ഡെസിഗ്നേഷൻ കോമഡ. നമുക്ക് അപ്രോക്സിമേറ്റ് മാച്ച് ആണോ എക്സാക്ട് മാച്ച് തന്നെ വേണം? അപ്പൊ നമ്മൾ ഫോൾസ് സെലക്ട് ചെയ്യാം. എൻ്റർ അടിക്കുക. കണ്ടോ, അവിടെ മാനേജർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ നമുക്ക് കാണാൻ പറ്റി. ഇനി നമ്മൾ ഇവിടെ അടുത്ത വാല്യൂ വേണമെങ്കിൽ ഇട്ട് നോക്കിക്കോ. അപ്പൊ ഇതിന്റെ ഡെസിഗ്നേഷൻ അറിയണം, ഇവിടെ കൊണ്ടിടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിന്റെ വാല്യൂ താഴെ വരും. കണ്ടോ, അടുത്ത ആളുടെ ഡെസിഗ്നേഷൻ 114 അല്ലെ, രാജേഷ്. അതിന്റെ ഡെസിഗ്നേഷൻ എന്താണ്? പ്രൊജക്ട് മാനേജർ. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലായോ? ആവാൻ ചാൻസ് ടഫാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിലായവരും ഉണ്ടോ? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം പ്ലീസ്. ആർക്കും മനസ്സിലായില്ല? ഇല്ല സാർ, മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല. ഗുഡ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടഫാണ്. നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പേടിക്കണ്ട. കുറച്ച് ടഫാണ്, പക്ഷെ വളരെ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം.
ഇതാണ് നമ്മുടെ ഡേറ്റ. ഈ ഡേറ്റ ഇതിപ്പോ നമ്മുടെ അടുത്ത് ആകെ 9 ഡേറ്റയുള്ളൂ. ഒന്നും കൂടി ശ്രദ്ധിക്കുക, എല്ലാവരും കിട്ടും. ഇതൊരു 9 ഡേറ്റയാണ് ഉള്ളത്. നമ്മുടെ അടുത്ത് ഒരു 500 ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ നിങ്ങൾ ഒരു കമ്പനിയുടെ HR ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു കമ്പനിയിലോട്ട് HR ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ കമ്പനിയിൽ 500 സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേറെ രീതിയിൽ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഒരു 500 സ്റ്റാഫ് ഉണ്ട്. 500 സ്റ്റാഫ് ഉണ്ടപ്പോ ഒരു സ്റ്റാഫിന്റെ ഒരു ID കാർഡ് നിങ്ങൾക്ക് അവിടെ കിടന്ന് കിട്ടി. ആ ID നമ്പർ ഉണ്ട്, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ID നമ്പർ ഉണ്ട്. എന്ത് നമ്പർ ഉണ്ട്? എംപ്ലോയി നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ആ ആളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അല്ലെങ്കിൽ എല്ലാ എക്സൽ ഷീറ്റിലും ഓരോ വാല്യൂ പോയി ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നേക്കാൾ നല്ലത് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വി ലുക്കപ്പ് എന്ന് പറയണത് വെച്ചിട്ട് ആളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. അപ്പൊ എന്താണ് കളക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ID നിങ്ങൾ ഇവിടെ ഇടാം. നമുക്ക് ഈ ഈ ആളുടെ ആണ്, ഈ ആളുടെ ഡീറ്റെയിൽസ് ആണ് കിട്ടേണ്ടത്. ഇയാളുടെ എംപ്ലോയി ID നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി ഒന്നുമില്ല. പക്ഷെ ഇയാളുടെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടണം. ഈ ആളുടെ നെയിം കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് നമുക്ക് നെയിം വരേണ്ട ആളുടെ. അപ്പൊ നമ്മൾ ഈ ഡെസിഗ്നേഷൻ മാറ്റിയിട്ട് നമ്മളിവിടെ നെയിം നാക്കാം. നെയിം നാക്കി. ഇനി നമ്മൾ ഇവിടെ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നു. ഈക്വൽ അടിക്കണം, നിങ്ങൾക്ക് അറിയുന്നതാണ്. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വി ലുക്കപ്പ്. അതില് 4 വാല്യൂ ഉണ്ട്. വി ലുക്കപ്പ്. അത് ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ, കോളം ഇൻഡെക്സ് നമ്പർ, റേഞ്ച് ലുക്കപ്പ്. അങ്ങനെ 4 വാല്യൂസ് ആണ് അതിലിടേണ്ടത്. ലുക്കപ്പ് വാല്യൂ അതായത് എന്തിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്? എംപ്ലോയി ID വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ ആ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തത് ടേബിൾ അറേ. നമ്മുടെ എവിടെയാണോ ഈ ഇൻഫോർമേഷൻ കിടക്കുന്ന ആ ടേബിൾ നമ്മൾ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളം ചൂസ് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നെയിം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നെയിം കിടക്കുന്നത് ഇവിടെയാണ്. ഇനി എന്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ID നെയിം. അപ്പൊ ID രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടുമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്, 1ഉം 2ഉം. അപ്പൊ നമ്മൾ അതിവിടെ സെലക്ട് ചെയ്തു, കോമിടാം. ഇനി ഈ നെയിം കിടക്കുന്നത് രണ്ടാമത്തേലാണ് അല്ലെ? ഇവിടെ 1, ഇവിടെ 2. സെലക്റ്റഡില് രണ്ടാമത്തെയാണ് നെയിം. അവിടെയാണ് നമ്മൾ ഈ കോളം ഇൻഡെക്സ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ തൊട്ടാ ഫോൾസ് ഓർ ട്രൂ. ഫോൾസ് കൊടുത്താലാണ് എക്സാക്ട് മാച്ച് വരെ കൊടുക്കുക. ഇത്ര 4 വാല്യൂ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ അടിച്ചു. കണ്ടോ? ഇവിടെ 0094, ആളുടെ പേര് മുഹമ്മദ്. ഇനിയിപ്പോ അടുത്ത ഈ ആളുടെ പേര് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കോപ്പി ചെയ്യുക, ഇവിടെ ഇടുക, ആ ഫോർമുലയോട് അപ്ലൈ ചെയ്താൽ മതി. ആ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കിട്ടും. കണ്ടോ? 0015, ആളുടെ പേര് ഹൈലാൽ. ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. കുറച്ച് ടഫാണ്, പക്ഷെ ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഇപ്പൊ ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? പറയൂ. ആർക്കെങ്കിലും കിട്ടിയോ? ആരും പറയുന്നില്ലല്ലോ. സാർ കുറച്ചൊക്കെ മനസ്സിലായി, പിന്നെ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കുമ്പോ ഞാനിപ്പൊ ചെയ്യാൻ തരാം. ആർക്കെങ്കിലും മനസ്സിലായോ കംപ്ലീറ്റ്? ലിയാന മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി. പറഞ്ഞു തരാം. ഞാൻ ഒന്നും കൂടി പറയാം. ആമീറിന് പിടുത്തം കിട്ടിയോ? സാർ പെട്ടെന്ന് കേറിയതാ, അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരി. ആരോൺ പിടുത്തം കിട്ടിയോ? ഇല്ല സാർ. ഇല്ല. ഇല്ല. ഓഹോ, ഇത്ര ടഫാണത്. എല്ലാരും ബുക്കിൽ എഴുതിയോ വി ലുക്കപ്പ് എന്ന്? എഴുതി. വി ലുക്കപ്പ് എന്ന് എഴുതാം ബുക്കില്. വി ലുക്കപ്പ് എന്താണ് പർപ്പസ് എന്ന് മനസ്സിലായോ?
മനസ്സിലായി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞു തരാം, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് എല്ലാവർക്കും അത് മനസ്സിലായി? അത് ആദ്യം മനസ്സിലാക്കിയാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. പർപ്പസ് മനസ്സിലായോ? യെസ് സാർ, മനസ്സിലായി. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ മനസ്സിലായെന്ന് പറഞ്ഞതാരാ? സുബീഷാണോ? ഞാനാണ്. സുബീഷ്, എന്താണ് പർപ്പസ് ഒന്ന് പറഞ്ഞു പ്ലീസ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, ആ, ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സംഭവങ്ങൾ അവരുടെ ഒരു പെട്ടെന്ന് ഐ ഡി നമുക്കുണ്ടാവും, ഐ അവരുടെ ഡി ഫുൾ എടുക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് കിട്ടണം. കിട്ടാൻ വേണ്ടി. ആ കിട്ടാൻ വേണ്ടി അത്ര ഉള്ളു കാര്യം. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ അതെ. നിങ്ങൾക്ക് ഇവിടെ ഇനി അത്ര അത് മനസ്സിലായോ? നിങ്ങൾക്ക് പർപ്പസ് മനസ്സിലായാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐ ഡി കിട്ടി, ആ ഐ ഡി ആണിത്. ഈ ഐ ഡിയുടെ എന്ത് കളക്ട് ചെയ്യണം? ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നെയിം കളക്ട് ചെയ്യണം. ശരിയാണോ? യെസ് യെസ് യെസ്. അതെ. അപ്പൊ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ അടിക്കുന്നു വി ലുക്കപ്പ് എന്ന് പറഞ്ഞ ഫോർമുല ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിയർ ആണോ? വി ലുക്കപ്പ്, ഞാൻ ഈ വി ലുക്കപ്പ് ഉപയോഗിച്ചത് ഇതുവരെ ക്ലിയർ ആണോ? യെസ് സാർ. യെസ് യെസ് യെസ്. ഇത് ക്ലിയർ ആ. ഈ വി ലുക്കപ്പിൽ 4 വാല്യൂസ് എൻ്റർ ചെയ്യണം. 4 വാല്യൂസ് എൻ്റർ ചെയ്യണം. അതിലെ ഫസ്റ്റ് വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ. മനസ്സിലായോ? അതായത് എന്ത് ഇൻഫോർമേഷൻ ആണ് നമ്മൾ അതിൽ പോയി സെർച്ച് ചെയ്യണ്ടേ? നമുക്കറിയാവുന്ന ഇൻഫോർമേഷൻ എന്താണ്? നമുക്കറിയാവുന്ന ഐ ഡി ആണ്, അതാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിവിടെ കിടക്കുന്നുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇതുവരെ ക്ലിയർ ആണോ? യെസ്. ഇനിയുള്ളതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് എനിക്കറിയാം. രണ്ടാമത്തതാണ് ടേബിൾ അറേ. ടേബിൾ അറേ എന്ന് പറയുന്നത് എന്താ? ഈ എംപ്ലോയി ഐഡിയുടെ ഇൻഫോർമേഷൻ കിടക്കുന്ന സ്ഥലം ടേബിൾ ഓഫ് അറേ. ശരിക്കും ഇത് മൊത്തം ടേബിൾ ഓഫ് അറേ ആണ്. നമ്മൾ ഇവിടെ മൊത്തമല്ല സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് വാല്യൂ കിട്ടിയാൽ മതി? നെയിം കിട്ടിയാൽ മതി. നെയിം എവിടെ കിടക്കണേ? ഇവിടെയാണ്, ഈ കോളത്തിലാ. പിന്നെ എംപ്ലോയി ഐ ഡി എവിടെ കിടക്കുന്നത്? ഈ ഐ ഡിയുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, അത് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 2 കോളം മാത്രം ചൂസ് ചെയ്താൽ മതി. ഇനി എക്സാമ്പിൾ പറയാണ്, നമുക്ക് ലൊക്കേഷൻ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ലൊക്കേഷൻ കൊടുത്തു. അയ്യോ സോറി, നമുക്ക് വേണ്ടത് ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അല്ല ഈക്വൽ അടിക്കുന്നു, വി ലുക്കപ്പ് അടിക്കുന്നു. വി ലുക്കപ്പ് അടിക്കുന്നു. നമുക്ക് വേണ്ടത് ഇതിന്റെ വാല്യൂ ആണ് അല്ലെ, അത് സെലക്ട് ചെയ്യുന്നു, കോമ ലൊക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എവിടെ തൊട്ട് എവിടം വരെ ചൂസ് ചെയ്യണം? ഈ എംപ്ലോയി ഐ ഡി തൊട്ട് ലൊക്കേഷൻ വരെ നമുക്ക് സെലക്ട് ചെയ്യണം. അതായത് ഈ എംപ്ലോയി എന്ന് പറയുന്ന കോളം തൊട്ട് ലൊക്കേഷൻ വരെയുള്ള കോളം സെലക്ട് ചെയ്യണം. കാരണം എംപ്ലോയി ഐ ഡി നമുക്ക് അതും വേണം, ഈ ലൊക്കേഷനും വേണം. അപ്പൊ അത് രണ്ടിന്റെ ഇടയിൽ അത് വരെയുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് മനസ്സിലായോ? യെസ് 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 സർ. ഇതിപ്പോ ക്ലിയർ ആയോ? യെസ് യെസ്. അപ്പൊ അത് നമ്മൾ ചെയ്തു. ഈ ലൊക്കേഷൻ കിടക്കുന്നത് ഇവിടുന്ന് നമ്മൾ കൗണ്ട് ചെയ്യാണ്. ഇത് ഈ കോളം 1, ഈ കോളം 2, ഈ കോളം 3, ഈ കോളം 4. അതാണ് എന്ത്? കോളം ഇൻഡെക്സ് 4. അത് ഡെസിഗ്നേഷൻ ആണെങ്കിലോ കോളം ഇൻഡെക്സ് 3. കോമഡ. ഇനി അടുത്തത് ഫോൾസ്, എക്സാക്ട് മാച്ച്. അതാണ് നമുക്ക് വേണ്ടത്. ഫോൾസ് സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ അടിച്ചു. കണ്ടോ? ഈ 0094 എന്ന് പറയുന്നതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? സാർ ഈ ഫോൾസ് എന്തിനാ സെലക്ട് ചെയ്യുന്നത്? എക്സാക്ട് മാച്ച് കിട്ടാൻ. ആഹാ. എക്സാക്ട് മാച്ച് കിട്ടാൻ. മറ്റത് ഒരു അപ്രോക്സിമേറ്റ് കിട്ടും, നമുക്ക് എക്സാക്ട് മാച്ചിന് കിട്ടും. ഓക്കെ റൈറ്റ്. ക്ലിയർ? ഇപ്പൊ ആർക്കെങ്കിലും മനസ്സിലായോ?
ഇല്ല. ആർക്കും മനസ്സിലാവാതെ? ആർക്കെങ്കിലും മനസ്സിലായോ പ്ലീസ്? സാർ മനസ്സിലായി, പക്ഷെ സാർ എങ്ങനെ ഈ ലൊക്കേഷൻ മാത്രം കണ്ടെത്തിയേ? ഈ ലൊക്കേഷൻ അല്ല, ഞാനിപ്പോ എന്റെ അടുത്ത് മാനേജ്മെന്റ് പറയാണ് ഈ ആളുടെ ലൊക്കേഷൻ മാത്രം കണ്ടുപിടിക്കാൻ പറയാണ്. നമ്മളിപ്പോ ഓൾറെഡി ആ ഫുൾ കോളംസ് സെലക്ട് ചെയ്തിട്ടല്ലേ നമ്മള് അത് ഫുൾ കിട്ടിയത്. കോളം സെലക്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഫോർമാറ്റ്. അപ്പൊ അതെങ്ങനെ ലൊക്കേഷൻ ആക്കി മാറ്റി? ഇത് ഇവിടെ ലൊക്കേഷൻ ഉണ്ടല്ലോ, ആഹാ ഇവിടെ ലൊക്കേഷൻ ആണ്. അല്ല, അത് ആ ഫുൾ കോളം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ലൊക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇതോ? ആ അതാണ് അതിന്റെ ഫോർമുല അല്ലോ. നിങ്ങൾ ഫോർമുല കൊടുത്തപ്പോ മനസ്സിലായില്ലേ? ശ്രദ്ധിക്കാം. അതിന് ഫോർമുല കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഫുൾ ഞാൻ പറയാം. നമ്മൾ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല കൊടുത്തു, ശരിയല്ലേ? നമുക്ക് ആദ്യം ഈ ഐഡിയുടെ ലൊക്കേഷൻ ആണ് വേണ്ടല്ലേ? അപ്പൊ ഈ ഐഡി ഇത് നമ്മൾ സെലക്ട് ചെയ്യും. അത് ഓക്കെ ആണോ? ക്ലിയർ. ഇനി അടുത്തത് എന്താ? ഈ ഐഡിയുടെ ലൊക്കേഷൻ കിടക്കുന്ന റിസോഴ്സ് എവിടെയാ? ഈ ടേബിൾ ആണ്, ശരിയല്ലേ? ഈ ടേബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് ലൊക്കേഷൻ. ഈ ഇവിടെയല്ലേ കിടക്കുന്ന, ഈ കോളത്തിലെ ലൊക്കേഷൻ കിടക്കണേ. ഇനി എംപ്ലോയി ഐഡി ഇവിടെയല്ലേ കിടക്കണേ. അപ്പൊ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ചൂസ് ചെയ്യണം. അത് ക്ലിയർ ആയോ? ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ ചൂസ് ചെയ്യണം. ഈ കോളത്തിനെ പറയുന്നതാണ് 1, ഈ കോളം 2, ഈ കോളം 3, ഈ കോളം 4. ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത് 1, 2, 3, 4. നമ്മൾ കോമ ഇടുന്നു, 4 2. വീണ്ടും കോമ ഇടുന്നു, അപ്രോക്സിമേറ്റ് ആണ് എക്സാക്ട് മാച്ചിന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ക്ലിയർ ആയോ? ഇനി ഞാൻ വേറെ കാര്യം പറയാം. നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഐഡിയുടെ പേര് വേണ്ടെന്ന് വിചാരിക്കാം. ഐഡിയുടെ പേര് വേണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുക? നെയിം കൊടുക്കുക. ഈ നമ്മളിവിടെ മാറ്റാൻ പോവാം. നമ്മളാ കൊടുക്കുന്ന ബ്രാക്കറ്റ് നെയിമിനനുസരിച്ച് കൺവേർട്ട് ചെയ്യല്ലേ? ഏത് ബ്രാക്കറ്റ് നെയിം? അവിടെ ഇവിടെ ഞാൻ കാണിച്ചിട്ട് ഇവിടെ നമ്മൾ വി ലുക്കപ്പ് കൊടുത്തു. നമുക്ക് എന്താ വേണ്ട? ഇതിന്റെ നെയിം ആണ് വേണ്ട അല്ലേ? ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ നെയിം കിടക്കുന്ന ഇവിടെ അല്ലേ? ശരിയല്ലേ? നെയിമും ഐഡി നമ്പറും ഇവിടെ അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്? ഈ 2 കോളം മാത്രം സെലക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത് 1, ഇത് 2, ശരിയല്ലേ? കോമ 2, വീണ്ടും കോമ, പേര് വന്നു. പിടുത്തം കിട്ടിയോ? നിങ്ങൾക്ക് ചെയ്യുമ്പോ കിട്ടും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം തരാം. വേറെ ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ആരെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. മനസ്സിലായി. ഓ, താങ്ക് യു സോ മച്ച്. സുബീഷ്, പിടുത്തം കിട്ടിയോ? ഓക്കെ. ഹരിലാൽ, ക്ലിയർ? താങ്ക് യു. ഞാനിത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ തരാം. നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സമയം തരാം കേട്ടോ. ഇത് ചെയ്തിട്ട് അടുത്തെടുത്താൽ മതിയോ? അത് അടുത്തെടുക്കട്ടെ? അല്ല സാർ, അടുത്തെടുത്തോ. അടേ നിങ്ങൾക്ക് അവസാനം ചെയ്യാൻ തരാം. നിങ്ങൾ എന്ത് ചെയ്തോളൂ. ഇത്തിരി ടഫാണ്, നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ തരാം, പേടിക്കണ്ട. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിന് അപ്പൊ കുറച്ചൊരു പൊടി അഡ്വാൻസ് എടുക്കുന്നതാണ്. നിങ്ങൾ അതിൽ എക്സൽ പഠിച്ചോ നോക്കുമ്പോൾ, വി ലുക്കപ്പ് പഠിച്ചോ നോക്കുമ്പോൾ, പഠിച്ചു എന്നെങ്കിലും പറയണോ അറ്റ്ലീസ്റ്റ്. കുറച്ചെങ്കിലും നിങ്ങൾ ചെയ്യിപ്പിക്കാൻ തരാം. അതുകൊണ്ടാണ് പിവട്ട് ടേബിൾ, വി ലുക്കപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കുറച്ചും കൂടി ഒരു ഐഡിയ വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, ഇതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് ഡേറ്റകളൊക്കെ എടുത്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഡേറ്റകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സൽ പഠിപ്പിക്കുന്നു. ഡേറ്റകളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഓക്കെ. ഇനി നാളത്തെ ആയാലും പവർ ബി കുറച്ചും കൂടി ടെക്നിക്കലാണ്. നിങ്ങൾ പഠിക്കണമെന്നല്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ടോപ്പിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് അടുത്ത ലെവലിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിന്റെ പേര് തന്നെ ഡാറ്റ ഡ്രിവൺ. അപ്പോൾ കുറച്ച് ഡാറ്റകളൊക്കെ എടുത്ത് പഠിക്കാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത ഡാറ്റകളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യാനൊക്കെ ഇത് നമുക്ക് നല്ലതാണ് എല്ലാം കൊണ്ടും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ യൂസ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കൊള്ളായിരുന്നല്ലോ അന്നിങ്ങനെ പഠിച്ചല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ്. കാരണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ടൂളുകൾ പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയ ഇത് എന്തുകൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തുകൂടാന്ന്. ഓക്കെ, കുറച്ച് ടഫാണ്. വെറുതെ ഒരു സോഷ്യൽ മീഡിയ പഠിക്കാന്നുള്ളതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊക്കെ കൂടി പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിനൊക്കെ ടാസ്ക് ചെയ്യാൻ തരാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൺസോളിഡേറ്റഡ് ടേബിൾ എന്ന് പറയും. ഞാൻ ഈ വർക്ക് ഷീറ്റൊക്കെ നിങ്ങൾക്ക് തരാം കേട്ടോ. കൺസോളിഡേറ്റഡ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് മാർച്ച് മാസത്തെ ഒരു ടേബിളാണ്. മാർച്ച് മാസത്തെ പ്രൊഡക്റ്റ്, മാർച്ച് മാസത്തെ സെയിൽ. ഇത് ക്ലിയർ ആണോ? ലാപ്ടോപ്പ് 20,000 വിറ്റു, ഐഫോൺ വിറ്റു. ഇത് ഏപ്രിൽ മാസത്തെ സെയിലാണ്. പ്രൊഡക്റ്റ് സെയിൽ. അവിടെ ലാപ്ടോപ്പ് ഉണ്ടായി, ഡെസ്ക്ടോപ്പ് ഉണ്ടായി, സാംസങ് ഉണ്ടായി, റെഡ്മി ഉണ്ടായി. അതിന്റെ ടോട്ടൽ. ഇത് ക്ലിയർ ആണോ? പറയൂ നിങ്ങൾ. അറ്റ്ലീസ്റ്റ് ഒന്ന് റെസ്പോണ്ട്. ഇതൊരു കുഞ്ഞു സംഭവമാണ്. 3 ടേബിൾ ഉണ്ട്. ഈ ടേബിൾ മാർച്ച് മാസത്തിലുള്ള പ്രൊഡക്റ്റ് വിറ്റക്കുന്നതാണ്. ലാപ്ടോപ്പ് വിറ്റു 20,000, ഐഫോൺ വിറ്റു 30,000, ടോട്ടൽ 50,000. ഏപ്രിൽ മാസം ലാപ്ടോപ്പ് 40,000 വിറ്റു, ഡെസ്ക്ടോപ്പ് വിറ്റു, സാംസങ് വിറ്റു, റെഡ്മി വിറ്റു 1,50,000. മെയ് മാസം പ്രൊഡക്ട്സ് ഡെസ്ക്ടോപ്പ് വിറ്റു, നോക്കിയ വിറ്റു, മോട്ടോറോള വിറ്റു, വിവോ വിറ്റു, ഇത് വിറ്റു. ഇത് 3 ടേബിളിൽ കിടക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ 3 ടേബിളിനെയും മെർജ് ചെയ്ത് കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് ഉണ്ടാക്കാം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ആവശ്യം മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. ഇതെങ്ങനെയാ ചെയ്യണേന്നാണ്. സിമ്പിൾ കാര്യമാണ്. ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡേറ്റയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺസോളിഡേറ്റഡ് ക്ലിക്ക് ചെയ്യാം. കൺസോളിഡേറ്റഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺസോളിഡേറ്റഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ചൂസ് ചെയ്യണം. കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്യുക. ഏതാണ് നമുക്ക് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം ഈ ടോട്ടൽ വേണ്ട, ഇത് സെലക്ട് ചെയ്യുക. ആദ്യത്തെ മാസത്തിന്റെ സെലക്ട് ചെയ്യുക. അത് നമ്മളിവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു. ഓക്കെ, വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യുക. ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് സെയില് ഇവിടെ വരെ, ടോട്ടൽ വേണ്ട. ഓക്കെ, അതിനെ ആഡ് ചെയ്തു. വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യുക. വീണ്ടും പ്രൊഡക്റ്റും സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് പറയണം ടോപ്പ് റോ. നമ്മൾ ഈ ടോപ്പ് റോ എന്ന് പറയുന്നത് ഇതാണ് ടോപ്പ് റോ അല്ലെ. അത് നമുക്ക് ഇവിടെ ഹെഡിങ് ആയിട്ട് തന്നെ വേണം. ലെഫ്റ്റ് കോളോ നമുക്ക് വേണം. ഓക്കെ, ഇതിനെ ആഡ് ചെയ്യട്ടോ. ഇവിടെ ചെയ്യാം. 3 എണ്ണം ആഡ് ആയി. ഓക്കെ അടിക്കുക. കണ്ട 3 എണ്ണം ഇവിടെ വന്നു. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് നേടാം. കണ്ട, അപ്പൊ ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട്, ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ടിന്റെ ലാപ്ടോപ്പിന്റെ ടോട്ടലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 60,000 കണ്ട. ഇവിടെ 40,000, ഇത് 20,000 കൂട്ടിച്ചാണ്. ഐഫോൺ, ഒരു ഐഫോൺ അല്ലേ ഉള്ളൂ. ഇവിടെ ഈ മാർച്ച് മാസത്തിലാണ് ഐഫോൺ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വന്നിട്ടുണ്ട് 30,000. പിന്നെ ഇവിടെ ഡെസ്ക്ടോപ്പ്, സാംസങ്, ഇതിൽ മാത്രമാണ് ഇത് വന്നു. ഇവിടെ ടോട്ടൽ വന്നു. ഇവിടെ ടോട്ടൽ ഇവിടെ എടുത്തിട്ടാൽ മതി. ഈക്വൽ സം. ഓക്കെ, സം ചെയ്യാം. കണ്ടോ, 2,95,000 നമുക്ക് കിട്ടുമ്പോൾ അറിയാൻ പറ്റും. 1,50,000 പ്ലസ് 50,000 2,95,000. ഒറ്റ ടേബിളിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നു. ആർക്കും മനസ്സിലായില്ലല്ലോ? ഇല്ല, മനസ്സിലായി. സിമ്പിൾ ആണ്. ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലാവാത്തവരാരുള്ളേ? മനസ്സിലായി സാറേ.
മനസ്സിലായില്ല? മനസ്സിലായി. മനസ്സിലായി. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറഞ്ഞു തരാം. കണ്ട, എന്ത് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ടേബിൾ ഉണ്ടാക്കി. ഇത് നമുക്ക് ഇതിന്റെ ഈ ഇൻഫോർമേഷൻ ഒരു 10 ടേബിളൊക്കെ വരുമ്പോഴാണ്. 10 മാസത്തെ നിങ്ങൾ കിടക്കാണ്. ഓരോ ടേബിളും ഒരു 50ഓളം ഡേറ്റയുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കിട്ടണം. സിമ്പിളാണ് പരിപാടി. ഒറ്റ ഇതിൽ കിട്ടി. ഒരു വർഷത്തെ ഓരോ മാസം സെയിലുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടണം. ഒറ്റ സെക്കൻഡ് കൊണ്ട് കിട്ടാം. മറ്റത് ഇങ്ങനെ എടുത്തെടുത്ത് ആഡ് ചെയ്യുന്നേക്കാലം നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഈ മാസം ഉണ്ടെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തായിരിക്കും ഇവിടെ കാണിക്കുക. ചിലപ്പോൾ ഐഫോൺ ഈ മാസം മാത്രമുള്ളൂ, അപ്പൊ അതിന്റെ മാത്രം അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. ഇതിനെ പറയുന്നതാണ് കൺസോളിഡേറ്റഡ്. എന്താണ് കൺസോളിഡേറ്റഡ് എന്ന് പറയും? കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് എന്ന് പറയും. ക്ലിയർ ആയോ? ഇല്ല. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം പ്ലീസ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാ. ആരോൺ പിടുത്തം കിട്ടിയോ? ഗുഡ്. ഇതിനെയാണ് ഞാൻ ഈ എക്സൽ ഷീറ്റും നിങ്ങൾക്ക് തരാം. നിങ്ങൾ തന്നെ നിങ്ങളുടേതായ രീതിയിൽ ടേബിൾ ഉണ്ടാക്കിയിട്ട് ചെയ്താലും മതി. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം കേട്ടോ. കണ്ട, ഇവിടെ നിങ്ങൾക്ക് ഈ ടേബിളിനെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ക്ലിയർ കൊടുക്കണ്ട. ക്ലിയർ ഫോർമാറ്റ്, ക്ലിയർ ഓൾ, ക്ലിയർ ഫോർമാറ്റ് കൊടുക്കാം. കണ്ട, അതാണ് ഈ ഇതില് ഹോമില് ക്ലിയർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഗുഡ്. ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ, ഇത് തരാം. അടുത്തതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല രസമുള്ള ഒരു ടൂളാണത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇതിന് സെൻട്രലൈസ് ചെയ്യുക. അതാണ് മെർജ് സെന്റർ കൊടുക്കുക, ബോൾഡ് കൊടുക്കുക, ഓക്കെ, ഫിൽ കളർ കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചെറുതായിട്ടൊരു ബോൾഡ് കളർ കൊടുക്കുക. ഇനി മൊത്തത്തിൽ ഇതിനെ വേണമെങ്കിൽ സെൻട്രലൈസ് ചെയ്യാം. കണ്ടോ, സെൻട്രലൈസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു ഡേറ്റ. ഇനിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. അതാണ് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ചെയ്യാൻ തരാം കേട്ടോ. കണ്ടീഷണൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പല കുട്ടികളുടെ പേരാണ് എ ബി ഇതൊക്കെ പറയുന്ന പേരാണ്. ഇത് അങ്ങനെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ്. ഡേറ്റ് ആയിരുന്നു, പക്ഷെ ഇത് മാറിക്കിടക്കാണ് അല്ലേ. 1/5/2025 കണ്ടോ, ഇപ്പൊ ഇങ്ങനെ കിടക്കട്ടെ. പലതരം ഡേറ്റുകൾ കിടക്കട്ടെ. കണ്ട, ഓരോ കുട്ടിയുടെ പേരാണ്. 45 മാർക്ക് മാത്സിനുണ്ട്, ഇംഗ്ലീഷിന് 80, കമ്പ്യൂട്ടറിന് 45 ടോട്ടൽ ആണ് ആ കുട്ടിയുടെ മാർക്ക്. ക്ലിയർ? ഓക്കെ, പലർക്കും പലതരത്തിലുള്ള ടോട്ടൽ ഉണ്ട്. 170 ഉണ്ട്, 200 ഉണ്ട്, 210 ഉണ്ട്. 100 താഴെയുള്ള പിള്ളേരുണ്ട്. 89. നമുക്ക് ഈ ഡേറ്റനെ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കാം. ഹൈലൈറ്റ് സെൽ റൂൾ, അതായത് നമുക്ക് ലെസ് ദാൻ കൊടുക്കാം. കണ്ട, ലെസ് ദാൻ 100 ഉള്ള കുട്ടികളാണെങ്കിൽ, കണ്ട, ഒരാൾ 100 ആണ്, നമുക്ക് വേണമെങ്കിൽ തോറ്റു എന്ന് കാണിക്കണം. മനസ്സിലായോ? വേണമെങ്കിൽ റെഡ് ബോർഡർ കൊടുക്കാം. റെഡ് ബോർഡർ കൊടുക്കാം.
അല്ലെങ്കിൽ റെഡ് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈറ്റ് റെഡ് ഫില്ല് കൊടുക്കാം. ഓക്കെ അടിച്ചു. കണ്ട, നമുക്കത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരു ലെസ് ദാൻ 150 ആണെന്ന് വിചാരിക്കുക. വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കാം. ലെസ് ദാൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ കൊടുക്കാം. ഇപ്പൊ ഹൈലൈറ്റ് റൂൾ ഗ്രേറ്റർ ദാൻ അല്ലെ. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 200 ആണ്. നമുക്ക് കണ്ട 200 എത്ര പേരെന്ന് അറിയാൻ പറ്റും? 1 2 3 4 200 ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. കണ്ട, കസ്റ്റം ഫോർമാറ്റ് നമുക്ക് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആ കളർ ഉള്ളവരെ ഓക്കെ അടിക്കാം, ഫില്ല് ചെയ്യാം. കണ്ട കണ്ട, അപ്പൊ 200-ന് മുകളിലുള്ളവർക്ക് ഈ കളർ കൊടുത്തു, 100 താഴെയുള്ളവർക്ക് ഈ കളർ കൊടുത്തു. നമുക്ക് തന്നെ അതേ മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്താൽ മൊത്തം അതിന് ഇമ്പാക്റ്റ് കിട്ടും. ഞാനത് മാറ്റിക്കളയാണ്. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ഞാൻ ഇത് മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇനി ഇവിടെ തൊട്ട് ഇവിടം വരെ സെലക്ട് ചെയ്താൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്കറിയാം. ഹൈലൈറ്റ് ബിറ്റ്വീൻ, കണ്ട ബിറ്റ്വീൻ കൊടുക്കാം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ജയിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ 100-ഉം 200-ന് ഇടയിലുള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കാം. ബിറ്റ്വീൻ കൊടുക്കാം. കണ്ട, ബിറ്റ്വീൻ 100 ആൻഡ് 200 കൊടുക്കാം. കണ്ട, 100-ഉം 200-ന് ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഷ്ടമുള്ള കളർ, അതിലുള്ള കളർ കൊടുക്കാം. അല്ലെങ്കിൽ കസ്റ്റം ഫോർമാറ്റിൽ നമുക്ക് ഒരു കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ അടിച്ചു. ബിറ്റ്വീൻ 100 ആൻഡ് ഇത്. ക്ലിയർ? അതുപോലെ തന്നെ നമുക്ക് മൊത്തം ഡേറ്റ സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ ഈ പേര് മാത്രം സെലക്ട് ചെയ്യാം. ഇവിടെ എന്താ പേര് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പേര് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇത് കൊടുക്കാം, ഹൈലൈറ്റ് കൊടുക്കാം. ഈ ടെക്സ്റ്റ് കണ്ട, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ്. ഇപ്പൊ ടെക്സ്റ്റ് നമുക്ക് ഈ മാത്രമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാത്രം കൊടുക്കാം. കണ്ട, 2 ഈ ഉണ്ട്. അത് നമുക്കൊരു കളർ കൊടുക്കാം. കണ്ട, ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ അതിൽ പലതരം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ, ഡേറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുക്കാൻ കാണിക്കാം. അതുപോലെ ടോപ്പ് ബോട്ടം, ടോപ്പ് 10 ഐറ്റംസ്. ടോപ്പ് 10 ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 10 പേരെ വേണമെങ്കിൽ കാണിക്കാം. ടോപ്പ് 10%, ബോട്ടം 10 ഐറ്റംസ്. അതേപോലെ നമുക്ക് ഇതിന്റെ കളറുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ കളർ സ്കെയിൽ കൊടുക്കാം. ഐക്കൺ സെറ്റ് ചെയ്യാം. കണ്ടോ, ഐക്കൺ നമ്മളിവിടെ ഇപ്പൊ പലത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മോർ റൂൾ ഉണ്ട്. മോർ റൂൾ എടുത്തു കഴിഞ്ഞാൽ ഫോർമാറ്റ് ഓൾ സെൽ ബേസ്ഡ് ഓൺ ദെയർ വാല്യൂസ്. ഐക്കൺ സെറ്റ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഐക്കൺ സെറ്റ് കൊടുത്തു. ഏത് തരം വേണ്ട നമുക്ക് കൊടുക്കാം. നമുക്കിപ്പോ ഈ ടൈപ്പ് വേണമെങ്കിൽ ഈ ടൈപ്പ് കൊടുക്കാം. ഈ ഐക്കൺ ഈ ഐക്കൺ ആയിരിക്കും അവിടെ വരാം. ഇനി നമുക്ക് ഇനി അതിന്റെ വാല്യൂ കൊടുക്കാം. ഈ ഐക്കൺ വരും when value is greater than or equal 67. നമുക്ക് വേണമെങ്കിൽ ആ വാല്യൂ കൊടുക്കാം. കണ്ടോ, ഗ്രേറ്റർ ദാൻ ഓർ 100-ന് എബോവ് ആണെങ്കിൽ ഈ വാല്യൂ കാണിക്കും. 100-ന് എബോവ് ഈ വാല്യൂ കാണിക്കും. ക്ലിയർ ആയല്ലോ? അതുപോലെ വെൻ ഇത് വേണമെങ്കിൽ കാണിക്കും. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് 100-ന് അബോവ്, 100-ന് വെൻ ദ വാല്യൂ ഈസ് 100-ന് അബോവ് വരുമ്പോൾ നമുക്ക് ജയിച്ചു എന്ന് കാണിക്കാം അല്ലെ. 100-ന് അബോവ്. ഇനി 67-ഉം 33-യുടെ ഇടയിലാണെങ്കിൽ നമുക്കൊരു വാല്യൂ കൊടുക്കാം ഇഷ്ടമുള്ളത്. പക്ഷെ ഇത് വാല്യൂ കൊടുക്കാം. ഇതാണെങ്കിൽ നമുക്ക് ഈ കളർ കൊടുക്കും. ഈ കളർ കൊടുക്കാം. ഓക്കെ അടിക്കുക. കണ്ട, വെൻ 100-ന് അബോവ് അല്ലെങ്കിൽ 100-ന് ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഓരോന്നിനും ഓരോ വാല്യൂ കൊടുക്കാം. ക്ലിയർ ആയോ? വേണമെങ്കിൽ ഇവിടെ അത് സെറ്റ് ചെയ്ത് തരാം. ഇവിടെ സെറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് കിട്ടുന്നത്. ഇതെടുക്കുക, ഐക്കൺ സെറ്റ് എടുക്കുക, മോർ റൂൾ എടുക്കുക. മോർ റൂളിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്
വെൻ ദ വാല്യൂ ഈസ്, ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 150, ഈ കളർ കൊടുക്കാം. അപ്പൊ ആ കളർ വരും അവിടെ. ആ ഐക്കൺ എന്താണ് കാണിച്ചിരിക്കുന്നത്? 1 or more face value is not a valid percentage. എന്താണ്? വെൻ വാല്യൂ ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 150 ഇല്ലേ? അവിടെ 150 ടൈപ്പ് കൊടുക്കണം, നമ്പർ കൊടുക്കണം കേട്ടോ. നമ്പറാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ തെറ്റിച്ചു പോയി. 150 ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 150ക്ക് അബോവ്, ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 50 കൊടുക്കാം. വെൻ 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 എന്ന് പറയുമ്പോൾ അത് കൊടുക്കാം. പിന്നെ ലെസ് ദാൻ ഇതാണ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. കണ്ട 150ക്ക് അബോവ് ആണെങ്കിൽ ഈ കളറുകൾ വരും, ഗ്രീൻ. മനസ്സിലായല്ലോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സിസ്റ്റം വേണമെങ്കിൽ പലതരം പാറ്റേൺസ് കൊടുക്കാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? പറയൂ. ഇല്ല. ഇല്ല സാർ. ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്ന് പറയൂ പ്ലീസ്. സാർ എന്തൊക്കെയോ മനസ്സിലായി. എന്തൊക്കെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ ഡേറ്റ. നമുക്ക് അതിനാണ് പറയുന്നത്, നമുക്ക് പറയാം ഇവിടെ ഇങ്ങനെ കളർ കൊടുക്കാനും പിടിക്കാനൊക്കെ നമുക്കറിയാം അല്ലേ? നമുക്കൊരു കണ്ടീഷൻ വച്ചിട്ട് ഇതിനെ ഫോർമാറ്റ് ചെയ്യാം. അതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. നമുക്ക് പറയാം ഇവിടെ വാല്യൂസ് ഇത്ര ഉണ്ട് അല്ലെ, ടോട്ടൽ ഉണ്ട്. അപ്പൊ നമുക്കറിയാം 170 ഉണ്ട്, 200 ഉണ്ട്, 180 നമുക്കറിയാം. ചിലപ്പോ ഈ കുട്ടികളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 100ന് അബവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 150ക്ക് അബവ് ആയിരിക്കണം പാസ് മാർക്ക്. നമുക്ക് അറിയണതിൽ എത്ര പേര് തോറ്റിട്ടുണ്ടെന്നാണ്. അപ്പൊ ഒന്നുമില്ല, നമ്മളിവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അറിയാൻ പറ്റും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക, നമുക്ക് വേണമെങ്കിൽ അത് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ, കണ്ടോ, നമുക്കിവിടെ എമൗണ്ട് കൊടുക്കുക 150. 150ക്ക് അബവ് എത്ര പേരുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. നോക്കി കഴിഞ്ഞാൽ ഓക്കെ അടിക്കുക. കണ്ടോ, നമുക്കിവിടെ നോക്കി മനസ്സിലായി ഇത്രയും പേര് 150ക്ക് ഉണ്ട്, ഇത്രയും പേര് തോറ്റിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് മനസ്സിലായോ? ഇല്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഡേറ്റ നിങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ. വീണ്ടും നിങ്ങൾ ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ പലതും കൊടുക്കാം. ബിറ്റ്വീൻ, ഈക്വൽ ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് ആ നമ്പറിനും ഇടയിലുള്ളവരാണെങ്കിൽ നമുക്കതിന് റൂൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ ലെസ് ദാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 150ക്ക് താഴെ ഉള്ളവരാണെങ്കിൽ കണ്ടോ, 150ക്ക് താഴെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു കളർ കൊടുക്കാം, ഗ്രീൻ കൊടുക്കാം. കണ്ടോ, ഓക്കെ അടിച്ചോ. അപ്പൊ 150ക്ക് മുകളിലുള്ളവർക്ക് ഈ കളർ, 150ക്ക് താഴെയുള്ളവർ ഈ കളർ നമുക്ക് തിരിച്ചറിയും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അതിനെ എത്ര പേര് തോറ്റിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. നമുക്കറിയാലോ പാസ് മാർക്ക് ഇത്ര ആണ്. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇംഗ്ലീഷിന്റെ മാർക്ക്. നമുക്കറിയാം ഇംഗ്ലീഷിന് 50, 10, 12, 23, 27 ഉണ്ട്. ഇംഗ്ലീഷിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. നമുക്കറിയാം എത്ര പേര് തോറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു 1000 കുട്ടികളുടെ മാർക്ക് ഉണ്ട്, ഒറ്റ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന്റെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കാം. നമുക്കറിയാം ലെസ് ദാൻ അല്ലെ, ഇവിടെ ലെസ് ദാൻ 50 കൊടുക്കുക. 50 കൊടുത്തു കഴിഞ്ഞാൽ അറിയാം എത്ര പേര് തോറ്റിട്ടുണ്ടെന്ന്. കണ്ട 1, 2, 3, 4, 5 ഇത്ര പേര് തോറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒറ്റയടിക്ക് നമുക്ക് അതിനെ കളർ കൊടുത്ത് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എവിടെയാണോ നിങ്ങളുടെ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്പം തന്നെ തിരിച്ചു കിട്ടും. ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി. ആർക്കൊക്കെ പിടുത്തം കിട്ടിയേ? മനസ്സിലായി സാർ. ഇത്രയാണ്. ഇതൊന്ന് ഞാനിപ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും ഡാറ്റ സെറ്റ് തരാം. നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ഇരുന്ന് ചെയ്യണം. VLOOKUP ആയാലും ശരി, കൺസോളിഡേറ്റഡ് ടേബിൾ ആയാലും ശരി, ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആയാലും ശരി, വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം. ഇവിടെ ഇരുന്ന് ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് പറയാൻ കാര്യം,
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത് തരാനാണ്, നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കലി ചെയ്യാനാണ്. കാരണം നാളെ തൊട്ട് നമ്മൾ വേറെ ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുപോലെ ഇതിൻ്റെ തന്നെയാണ് ഇപ്പം ഇവിടെ തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പം ഈ ടോട്ടൽ മാർക്ക് നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ നമുക്ക് അവിടെയും വേണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഐക്കൺ സെറ്റ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഐക്കൺ വേണമെങ്കിൽ കാണിക്കാം. കണ്ടോ, ഏത് തരം ഐക്കൺ ഓരോന്നിനും കാണിക്കാം. അത് നമുക്ക് നമ്മുടേതായ രീതിയിലൂടെ മോർ റൂൾസിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഫോർമാറ്റ് ഓൺലി ദാറ്റ് സെൽ കണ്ടെയ്ൻ, നമുക്ക് പലതും കൊടുക്കാം. ഫോർമാറ്റ് ഓൺലി ബേസ്ഡ് ഓൺ ദെയർ വാല്യൂസ് വെച്ചിട്ട് ഐക്കൺ സെറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺ കൊടുക്കാം. ഇത് വേണ്ട, നമുക്ക് വേണമെങ്കിൽ വേറെ ഐക്കൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഗ്രാഫ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 200 എബോവിനൂടെ കൊടുക്കാം. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യണം, 200 എന്ന് കൊടുക്കാം. ഇവിടെ പെർസെൻറ്റേജ് നല്ല നമ്പർ ഉണ്ടോ, ആദ്യം 200 എബോവ് ആണെങ്കിൽ എല്ലാം ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു, ഫുൾ സ്റ്റാർ പോലെ ഇരിക്കും. അതെല്ലാം മാറും. ഞാൻ വേണമെങ്കിൽ സ്റ്റാറിൻ്റെ ഉണ്ടോ, സ്റ്റാർ ഉണ്ടാവും. സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി മനസ്സിലാവും. അവിടെ സ്റ്റാർ കണ്ട, അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, നമ്പർ എടുക്കാം. നമുക്ക് 200 എബോവ് ഉള്ളവർക്ക് നമ്മൾ ഫുൾ സ്റ്റാർ പോകും. 200 എബോവ് ക്ലിയർ ആയല്ലോ. ഇനി 200 എബോവ് അടുത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം 150 കൊടുക്കാം. 150ക്ക് എബോവ് ആയിരിക്കണം. 200 ഇടയിലുള്ളവർക്ക് സിംഗിൾ സ്റ്റാർ കൊടുക്കും. ക്ലിയർ ആയല്ലോ. ഇത് നമ്പർ കൊടുക്കാം, സോറി, നമ്പർ കൊടുക്കാം 150. 3 സ്റ്റാർ ആണോ അല്ലേ. 200 ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഐക്കൺ നമ്മുടെ ഇതിലുള്ള ഇതിന്റെ ഐക്കൺ സ്റ്റാർ വരും എപ്പോഴാണ്, when value is greater than or equal to 200. 200 above വാല്യൂ ഉള്ള എല്ലാ സെല്ലിലും ഈ സ്റ്റാർ വരും. അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനോ, when value, when 200, when 150 is greater than or equal to 200, ആ സിറ്റുവേഷനിൽ ഇത് വരും. പിന്നെ ഉള്ള സിറ്റുവേഷനിൽ എന്താണ്, 0ന് മുകളിലും ഉള്ളതും 150ക്ക് താഴെയുള്ള സിറ്റുവേഷനിൽ ഈ സ്റ്റാർ 3 സ്റ്റാർ കാണിക്കും. ഓക്കെ അടിക്കുക, കണ്ട 200 എബോവ് ഉള്ളതിന് ഈ സ്റ്റാർ വന്നു, ഇത് വന്നു, മനസ്സിലായല്ലോ. അതുപോലെ 150ക്ക് ഇടയിലുള്ള 182ക്ക് കണ്ട ഇങ്ങനത്തെ സ്റ്റാർ വന്നു. 150ക്ക് താഴെയുള്ളതിന് ഇതുപോലത്തെ ബ്ലാങ്ക് സ്റ്റാർ വന്നു. മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് പലതരം റിപ്പോർട്ടുകൾ കിട്ടും. നമുക്ക് തന്നെ അതിൽ പലതരം ഇതുപോലത്തെ പലതരം കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്കൊരു പലതരത്തിലുള്ള ക്ലാരിറ്റി കിട്ടുമോ, ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റകളെ കുറിച്ച് പഠിച്ച്, അതാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ഇത് തരട്ടെ എന്നാ, ഈ ഡേറ്റ തരട്ടെ, ചെയ്യാൻ പറ്റോ? ശരി, നോക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ എല്ലാവർക്കും ഈ ഡേറ്റ അയച്ചു തരാം. ഞാനൊന്ന്